നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6-ൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. ആ പ്രൊമോ റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. പ്രൊമോയിൽ കാണുന്നത് ജിൻഡോ ജാസ്മിൻ തമ്മിലുള്ള ഫൈറ്റാണ്. ഓക്കെ, ഫൈറ്റ് പുതിയ കാര്യമല്ല, സീസൺ 6 പ്രത്യേകിച്ചും പുതിയ കാര്യമില്ല. രണ്ടാമത്തേന് അവിടെ അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള റീസൺ എന്താണെന്നറിയോ? ജാസ്മിൻ ഭയങ്കരമായിട്ട് തകർന്നിട്ടുള്ള ഒരു മനുഷ്യൻ്റെ മാനസിക നില അല്ലെങ്കിൽ സമനില തെറ്റുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ജാസ്മിനെ കാണുന്നത്. ജിൻഡോ അത്യാവശ്യം നല്ല രീതിയിൽ അഗ്രസീവ് ചെയ്ത് പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. ഒപ്പം സ്വാഭാവികമായിട്ടും തെറ്റും ശരിയും കാര്യങ്ങളൊക്കെ വിലയിരുത്തിയിട്ട് സിബിൻ്റെ ഒപ്പമുള്ള ആൾക്കാരും ഡെഫിനറ്റ്ലി ഇതൊന്നും ഈ ഒരു രീതിയിൽ എന്താ പറയുക, ഇതിന് അത്യാവശ്യം നല്ല രീതിയിൽ ആളി കത്തിക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. ഇത് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ അറിയോ, മനുഷ്യൻ ഫെയിമിൻ്റെ അല്ലെങ്കിൽ മനുഷ്യൻ പൈസയുടെയും ഫെയിമിൻ്റെയും പുറകെ ഓടുന്ന സമയത്ത് മിസ്സാവുന്നൊരു സംഗതിയാണ് മനുഷ്യൻ ലൈഫ് കേട്ടോ. അപ്പോൾ ഞാൻ ജാസ്മിൻ ജാഫറിൻ്റെ ലൈഫ് ജസ്റ്റ് അതിങ്ങനെ ചിന്തിച്ചു പോയി. ഞങ്ങളൊന്ന് വീട്ടിലിരുന്ന് ഇങ്ങനെ ഡിസ്കസ് ചെയ്ത സമയത്ത് ഒരു പെൺകുട്ടി 10-25 വയസ്സുള്ള പെൺകുട്ടി ബിഗ് ബോസിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഫെയിമിന് വേണ്ടിയിട്ട് തന്നെയാണ് പോകുന്നത്. അത്രയും അണ്ടർസ്റ്റുഡാണ്, എല്ലാവർക്കും വളരെ എവിഡൻ്റായിട്ട് അറിയുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ പോകുന്നൊരു സിറ്റുവേഷനിൽ ഏഷ്യാനെറ്റിൻ്റെ ഒരു പാവ ഏഷ്യാനെറ്റ് ഇതിനെ വെച്ചിട്ട് ഏഷ്യാനെറ്റ് നല്ല രീതിയിൽ ഇതിനെ പച്ചയ്ക്ക് വിറ്റുകൊണ്ടിരിക്കുക, അങ്ങനെ തന്നെ പറയേണ്ടി വരും. ഒരു കുട്ടിയുടെ ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു മത്സരാർത്ഥി, ഒരു മനുഷ്യനല്ലേ, ഒരു മനുഷ്യൻ്റെ ലൈഫ് എത്രത്തോളമാണ് സ്പോയിലായിക്കൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ ലൈഫിന് ഒരു പുല്ല് വില വന്നുകൊണ്ടിരിക്കുക. കാരണം വെച്ചാൽ മനുഷ്യൻ്റെ ഇമോഷൻസ് വെച്ചിട്ട് അത്രയും നല്ല രീതിയിൽ കളിച്ച് കൊണ്ടിരിക്കുകയാണ്. ശരിയാണ്, നമുക്ക് അതുകൊണ്ടൊക്കെ കോണ്ടൻറ്റും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. പക്ഷേ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. ശരി തന്നെയാണ്, ഇങ്ങനത്തെ സംഗതികൾ അതിൽ നടക്കുന്നതുകൊണ്ട് തന്നെയാണ് പച്ചയിറച്ചി വിൽക്കുന്ന പോലെ തന്നെയാണ്, അല്ലെങ്കിൽ പച്ചയിറച്ചി കഴിക്കുന്ന പോലെ തന്നെയാണ് നമ്മളും അതൊക്കെ എടുത്തിട്ട് വിറ്റ് കാശാക്കുന്നത്. പക്ഷെ അവരൊക്കെ ഇതിന് പോയിട്ടാണ്. ആ ഒരു യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. കാരണം എന്താ വെച്ചാൽ എത്രത്തോളം ആയിരിക്കും വീട്ടിനുള്ളത് പ്രഷർ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ഈ ഒരു രീതിയിലും കൂടി പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ലൈഫേ എത്രത്തോളം അതിൻ്റെ ഉള്ളിൽ താങ്ങി നിൽക്കാൻ പറ്റും, ഇവർക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഒരു പക്ഷേ ചിലപ്പോൾ ഈ സമ്മർദ്ദം കൂടുന്ന സമയത്ത് വേണ്ടാന്ന് വെച്ച് ഇറങ്ങിപ്പോകുമെന്നുള്ള അറിയില്ല. പക്ഷേ ജാസ്മിൻ്റെ കേസിൽ എനിക്ക് അത്ര തോന്നുന്നില്ല. ജാസ്മിൻ ഇതിലും ഹെൽത്ത് സർവൈവ് ചെയ്ത് പോകുന്നതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. ജാസ്മിൻ്റെ ഒരു ക്യാരക്ടറും ആ ഒരു സോഷ്യൽ മീഡിയയിൽ പോകുമ്പോൾ ഇടപഴകലും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഇതിലേറെ വലിയ പ്രശ്നങ്ങളൊക്കെ പുറത്ത് നടന്നിട്ടും അവരുടെ ലൈഫ് മര്യാദക്കുള്ളതല്ല. എനിക്ക് തോന്നുന്നു സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടുള്ള ലൈഫല്ല, ഒരുപാട് നിഗൂഢതകളും പ്രശ്നങ്ങളും, എന്താ പറയുക, പുറത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങളും രഹസ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ജാതി റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ക്യാരി ചെയ്യുന്ന വ്യക്തികളാണ് ഇവരൊക്കെ എന്ന് തോന്നിയിട്ടുണ്ട്. ഒരു സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടുള്ള ആൾക്കാരൊന്നും ഇല്ല തോന്നുന്നു. എന്നുവെച്ചാൽ നമുക്ക് ആരെയും പേടിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു സിറ്റുവേഷനൊന്നും ഇല്ല. ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് ആൾക്കാരായിട്ടില്ലേ. എന്ത് ലൈഫാണെന്ന് ആലോചിച്ചോക്കെ അല്ലേ. ഇത് കഴിഞ്ഞിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ ലൈഫിൽ ഉണ്ടായി കഴിഞ്ഞിട്ടും നമ്മൾ ഈ ധൈര്യം വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ പോകുന്നുണ്ടല്ലോ. ഇപ്പോൾ ജാസ്മിൻ ജാഫറിൻ്റെയൊക്കെ ലൈഫിൽ ഇതിനെ മുന്നേ അസ്ലൊക്കെ ആ വീഡിയോ ഇട്ട സമയത്തും നമ്മൾ ആ കാര്യങ്ങളൊക്കെ കണ്ടതാണ്. പല ആൾക്കാരും പല ക്രോസ് കമൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടാണ്. പല ഓഡിയോ ക്ലിപ്സ് ഉണ്ട്, പല കാര്യങ്ങൾ സോഷ്യൽ മീഡിയ നടക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ സംഗതികൾ ഉണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് 24/7 ക്യാമറേനെ ഫേസ് ചെയ്ത് നമ്മുടെ ലൈഫ് എക്സ്പോസ്ഡ് ആക്കി, എന്നിട്ടും അവിടെ ചെന്നിട്ട് വീണ്ടും ഒരു ഡ്രാമ കാണിച്ച് അതുകൊണ്ടും വീണ്ടും എക്സ്പോസ്ഡ് ആക്കി. എത്രത്തോളം മനുഷ്യൻ ഒരു ഫെയിമിന് വേണ്ടിയിട്ട്, പൈസയ്ക്ക് വേണ്ടിയിട്ട് ഈ രീതിയിൽ മനുഷ്യന് കളിക്കാൻ കഴിയുന്നല്ലോ എന്നല്ലേ. മനുഷ്യനല്ല, ഞാൻ ജാസ്മിൻ്റെ കേസ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തരുടെ എനിക്ക് എന്താ പറയുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുമോ എന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് കണ്ട സമയത്ത് ആ പ്രൊമോ കണ്ടപ്പോൾ എനിക്ക് പ്രൊമോ റിയാക്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ അവരുടെ ലൈഫും വെച്ചിട്ട് ഒരു റിയാക്ഷൻ ചെയ്യാനാണ് തോന്നിയത്. കാരണം വെച്ചാൽ എത്രത്തോളം പ്രഷറാണ് അവരൊക്കെ അനുഭവിക്കുന്നുള്ളത്.